സെമികണ്ടക്ടർ ഡയോഡിന്റെ VI സവിശേഷതകൾ നിർണ്ണയിക്കുക. എല്ലാവർക്കും നമസ്കാരം. സെമി കണ്ടക്ടർ ഡയോഡിന്റെ V1 സവിശേഷതകൾ നിർണ്ണയിക്കുന്നതിനും ഇലക്ട്രീഷ്യൻ പ്രാക്ടിക്കൽ സെക്ഷനുകളുടെ പ്രോസസ്സാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ലക്ഷ്യങ്ങൾ: ഈ സെഷന്റെ അവസാനം നിങ്ങൾ ഇനിപ്പറയുന്നവ ചെയ്യാൻ പ്രാപ്തരായിരിക്കും. ഡാറ്റ ബുക്ക് പരിശോധിച്ചിട്ട് ഡയോഡ് ജെർമേനിയം ആണോ സിലിക്കൺ ആണോ എന്ന് തിരിച്ചറിയുക. ഓപ്പറേറ്റിംഗ് വോൾട്ടേജും കറന്റ് റേറ്റിംഗും പരിശോധിക്കുക. ഡയോഡിന്റെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്യുക. ഒരു ഡയോഡിന്റെ ടെർമിനലുകൾ തിരിച്ചറിയുകയും ഡയോഡിന്റെ അവസ്ഥ പരിശോധിക്കുകയും ചെയ്യുക. ഫോർവേഡ് സ്വഭാവ സവിശേഷതകൾ പ്ലോട്ട് ചെയ്യുക. ഡയോഡിന്റെ ഫോർവേഡ് പ്രതിരോധവും ബാരിയർ പൊട്ടൻഷ്യലും നിർണ്ണയിക്കുക. ഡയോഡിന്റെ റിവേഴ്സ് സ്വഭാവ സവിശേഷതകൾ പ്ലോട്ട് ചെയ്ത് മൈനോറിറ്റി കാരിയർ കറന്റ് നിർണ്ണയിക്കുക. ഉപകരണങ്ങൾ: ഇൻസ്ട്രുമെന്റുകൾ, മൾട്ടിമീറ്റർ ഡിജിറ്റൽ ഒരെണ്ണം, വോൾട്ട്മീറ്റർ MC0 മുതലുള്ള 1 വോൾട്ട് ഒരെണ്ണം, മില്ലിയമീറ്റർ MC0 മുതലുള്ള 25 മൈക്രോ ആംപിയർ ഒരെണ്ണം, വോൾട്ട്മീറ്റർ MC0 മുതലുള്ള 30 വോൾട്ട് ഒരെണ്ണം, മൈക്രോ അമ്മീറ്റർ MC0 മുതലുള്ള 100 മൈക്രോ ആംപിയർ ഒരെണ്ണം, സെമി കണ്ടക്ടർ ഡയോഡ് ഡാറ്റ ബുക്ക് ഒരെണ്ണം. ഉപകരണങ്ങൾ: യന്ത്രങ്ങൾ, DC നിയന്ത്രിത വൈദ്യുതി സപ്ലൈ 0 മുതലുള്ള 30 വോൾട്ട് 1 ആംപിയർ ഒരെണ്ണം. മെറ്റീരിയലുകൾ: 1N4001 അല്ലെങ്കിൽ 1N4007 ഉൾപ്പെടെയുള്ള വിവിധതരം ഡയോഡുകൾ ആവശ്യം പോലെ. 570 ഓംസ് 5 വാട്ട് പൊട്ടൻഷിയോമീറ്റർ ഒരെണ്ണം. SPST സ്വിച്ച് 6 ആംപിയർ 250 വോൾട്ട് ഒരെണ്ണം. ബ്രെഡ് ബോർഡ് ഒരെണ്ണം. ബ്രെഡ് ബോർഡിന് അനുയോജ്യമായ കണക്റ്റിംഗ് വയറുകൾ ആവശ്യം പോലെ. ക്ലിപ്പുകളുള്ള പാച്ച് കോർഡുകൾ 2 സെറ്റ്. 100 ഓംസ് 1/4 വാട്ട് റെസിസ്റ്റർ ഒരെണ്ണം. 10 ഓംസ് 1/4 വാട്ട് റെസിസ്റ്റർ ഒരെണ്ണം. ടാസ്ക് 1: ഡയോഡ് ഡാറ്റ ബുക്കുമായി ഒത്തുനോക്കുക. തന്നിരിക്കുന്ന വിവിധതരം ഡയോഡുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. ഡയോഡിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ് നമ്പർ പട്ടിക 1-ൽ രേഖപ്പെടുത്തുക. ഡയോഡ് ഡാറ്റ ബുക്ക് നോക്കി തിരഞ്ഞെടുത്ത ഡയോഡിന്റെ ടൈപ്പ് നമ്പർ തിരയുക. ഡാറ്റ ബുക്കിൽ മെറ്റീരിയലിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ മാറ്റ് എന്ന് കാണിച്ചിരിക്കുന്ന കോളം നോക്കി റഫർ ചെയ്ത ഡയോഡ് അതുമായി ഒത്തുനോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന നുറുങ്ങുകൾ പിന്തുടർന്ന് ഉപയോഗിച്ച അർദ്ധചാലകത്തിന്റെ തരം രേഖപ്പെടുത്തുക. മെറ്റീരിയൽ അല്ലെങ്കിൽ മാറ്റ് എന്ന കോളത്തിന് കീഴിൽ കോഡ് S എന്നോ SI എന്നോ മെറ്റീരിയൽ സിലിക്കൺ ആണെന്ന് അത് അർത്ഥമാക്കുന്നു. കോഡ് G എന്നോ GE എന്നോ ആണെങ്കിൽ ജർമ്മനിയം. കോഡ് SE ആണെങ്കിൽ സെലിനിയം. ഡാറ്റ ബുക്കിൽ VR അല്ലെങ്കിൽ PIV എന്ന ചുരുക്കെഴുത്തുള്ള റേറ്റ് ചെയ്ത പീക്ക് റിവേഴ്സ് വോൾട്ടേജിനെ സൂചിപ്പിക്കുന്ന കോളവുമായി റഫർ ചെയ്ത ഡയോഡ് ഒത്തുനോക്കുക. പട്ടിക 1-ൽ റേറ്റ് ചെയ്ത പീക്ക് റിവേഴ്സ് വോൾട്ടേജിന്റെ സൂചിപ്പിച്ച മൂല്യം കണ്ടെത്തി രേഖപ്പെടുത്തുക. ഘട്ടം 4-ൽ ചെയ്തതുപോലെ ചെയ്യുക. ഡാറ്റ ബുക്കിൽ നിന്ന് റഫർ ചെയ്ത ഡയോഡിന്റെ ഇനിപ്പറയുന്ന സവിശേഷതകൾ രേഖപ്പെടുത്തുക. IF പരമാവധി ശരാശരി ഫോർവേഡ് കറന്റ്. VF നിർദ്ദിഷ്ട IF-ലെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ്. IS പരമാവധി ഫോർവേഡ് സർജ് കറന്റ്. IVT VF-ലെ പരമാവധി റിവേഴ്സ് കറന്റ്. ഫംഗ്ഷൻ ഡയോഡിന്റെ സാധാരണ ഉപയോഗം പ്രയോഗം.
ഫംഗ്ഷനു വേണ്ടി ഉപയോഗിക്കുന്ന കോഡിംഗ് ഓരോ ഡാറ്റ ബുക്കിലും വ്യത്യസ്തമാണ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ടറോട് ചോദിക്കുക. 1 മുതൽ 5 വരെയുള്ള ഘട്ടങ്ങൾ കുറഞ്ഞത് 10 വ്യത്യസ്ത തരം ഡയോഡുകൾക്കായി ആവർത്തിക്കുക. ഡയോഡ് ഡാറ്റ ബുക്ക് അല്ലെങ്കിൽ ഡയോഡ് തതുല്യ ഡാറ്റ ബുക്ക് പരിശോധിച്ച് ഓരോ ഡയോഡിനും 1-2 തതുല്യ ഡയോഡ് തരങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ വിശദാംശങ്ങൾ ശേഖരിച്ച ആ ഡയോഡുകൾക്ക് വേണ്ടി നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഇൻസ്ട്രക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുക. ടാസ്ക് 2 തന്നിരിക്കുന്ന ഒരു ഡയോഡിന്റെ ടെർമിനൽ ലീഡുകൾ തിരിച്ചറിയുക. മൾട്ടിമീറ്റർ ഓംസ് ശ്രേണിയിൽ W1 ആയി സജ്ജീകരിക്കുക. അതിന്റെ ലീഡുകൾ ഒരു MCAയിലേക്ക് ബന്ധിപ്പിക്കുക. വോൾട്ട്മീറ്റർ 0-3 വോൾട്ട് മൾട്ടിമീറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പോളാരിറ്റി കണ്ടെത്താൻ. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോളാരിറ്റിയും ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പോളാരിറ്റിയും ഒന്നുതന്നെയാണ്. വോൾട്ട്മീറ്ററിന്റെ വ്യതിചലനം പരിശോധിക്കുക. അത് വോൾട്ടേജ് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ വോൾട്ട്മീറ്ററിന്റെ പോളാരിറ്റിയുമായി പൊരുത്തപ്പെടുന്ന മൾട്ടിമീറ്ററിന്റെ ടെർമിനൽ അടയാളപ്പെടുത്തുക. വോൾട്ട്മീറ്റർ പോളാരിറ്റിക്ക് എതിർവശത്തുള്ള മൾട്ടിമീറ്ററിന്റെ ടെർമിനൽ അടയാളപ്പെടുത്തുക. വോൾട്ട്മീറ്റർ പിന്നോട്ട് വന്നാൽ മൾട്ടിമീറ്ററിനുള്ള പോസിറ്റീവ് അടയാളമുള്ള ടെർമിനൽ ഡയോഡിന്റെ ഒരു ടെർമിനലിലേക്കും മറ്റേത് നെഗറ്റീവിലേക്കും ബന്ധിപ്പിച്ചിട്ട് റീഡിംഗ് നിരീക്ഷിക്കുക. മീറ്റർ റീഡിംഗ് കുറഞ്ഞ പ്രതിരോധമാണ് കാണിക്കുന്നതെങ്കിൽ മീറ്ററിന്റെ പോസിറ്റീവ് അടയാളമുള്ള ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഡയോഡിന്റെ ലീഡ് ആനോഡാണ്, മറ്റേത് കാഥോഡും. മീറ്റർ പോലെ വ്യതിചലിക്കുന്നില്ലെങ്കിൽ മൾട്ടിമീറ്ററിനുള്ള പോസിറ്റീവ് അടയാളമുള്ള ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഡയോഡിന്റെ ലീഡ് കാഥോഡും മറ്റേത് ആനോഡുമാണ്. 2 പോളാരിറ്റികൾക്കുമുള്ള മീറ്റർ റീഡിംഗ് കുറഞ്ഞ പ്രതിരോധമാണ് കാണിക്കുന്നതെങ്കിൽ ഡയോഡ് ഷോർട്ടാണ്. 2 പോളാരിറ്റികൾക്കുമുള്ള മീറ്റർ റീഡിംഗ് ഉയർന്ന പ്രതിരോധമാണ് കാണിക്കുന്നതെങ്കിൽ ഡയോഡ് ഓപ്പണാണ്. ടാസ്ക് 3 ഒരു ഡയോഡിന്റെ VI സ്വഭാവസവിശേഷത മുന്നോട്ട് നിർണ്ണയിക്കുക. പോലെ ബ്രെഡ് ബോർഡിൽ സർക്യൂട്ട് നിർമ്മിക്കുക. ആദ്യം VB എന്നത് 0 തുല്യമായി സജ്ജമാക്കിയിട്ട് പവർ സപ്ലൈ ഓണാക്കുക. VB എന്നത് 5 വോൾട്ടയ്ക്ക് തുല്യമായി സജ്ജമാക്കിയിട്ട് പൊട്ടൻഷിയോമീറ്റർ ഏറ്റവും കുറഞ്ഞ പൊസിഷനിൽ സജ്ജമാക്കുക. പടിപടിയായി 0.1 വോൾട്ടിയുടെ ഘട്ടങ്ങളിലായി ഡയോഡിലുടനീളം വോൾട്ടേജ് വർദ്ധിപ്പിക്കുന്നതിന് സ്വിച്ചസ് ക്ലോസ് ചെയ്തിട്ട് പൊട്ടൻഷിയോമീറ്റർ ക്രമീകരിക്കുക. അമ്മീറ്റർ റീഡ് ചെയ്ത കറന്റിന്റെ തതുല്യ മൂല്യങ്ങൾ പട്ടിക 1-ൽ രേഖപ്പെടുത്തുക. കറന്റ് വർദ്ധിക്കാൻ തുടങ്ങുകയും പിന്നീട് സ്ഥിരമായി തുടരുകയും ചെയ്യുന്നിടത്തെ ഡയോഡിൽ ഉടനീളമുള്ള വോൾട്ടേജിന്റെ മൂല്യം പരിശോധിക്കുക. സപ്ലൈ ഓഫ് ചെയ്യുക. X അക്ഷത്തിൽ VF-ഉം Y അക്ഷത്തിൽ IF-ഉം രേഖപ്പെടുത്തി ഗ്രാഫ് ഉണ്ടാക്കുക. ഫോർവേഡ് പ്രതിരോധം നിർണ്ണയിക്കുക. RF = VF/IF ഓംസ്. വലിയ അളവിൽ കറന്റ് ഒഴുകാൻ തുടങ്ങുന്ന നീ പോയിന്റ് വോൾട്ടേജ് ഗ്രാഫിൽ നിന്ന് നിർണ്ണയിക്കുക. താഴെ മൂല്യം രേഖപ്പെടുത്തുക. നീ പോയിന്റ് വോൾട്ടേജ് ഏകദേശം 0.3 വോൾട്ട് അല്ലെങ്കിൽ 0.7 വോൾട്ട് ആണെങ്കിൽ ഡയോഡ് യഥാക്രമം ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ ആണ്. ശ്രദ്ധിക്കുക, ഡയോഡ് സാച്ചുറേഷൻ കറന്റിൽ എത്തിയിട്ടില്ലെങ്കിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രകാരം വോൾട്ടേജ് 2.0 വോൾട്ടയ്ക്ക് അപ്പുറം വർദ്ധിപ്പിക്കുക. ടാസ്ക് 4 ഒരു ഡയോഡിന്റെ വിപരീത VI സ്വഭാവസവിശേഷത നിർണ്ണയിക്കുക. ഒരു ബ്രെഡ് ബോർഡിൽ ചിത്രത്തിലെ പോലെ സർക്യൂട്ട് നിർമ്മിക്കുക. പവർ സപ്ലൈ ഓണാക്കിയിട്ട് സ്വിച്ച് ക്ലോസ് ചെയ്യുക. പവർ സപ്ലൈ പടിപടിയായി ഉയർത്തി ഡയോഡിലുടനീളം ക്രമേണ വോൾട്ടേജ് വർദ്ധിപ്പിക്കുക. എന്നിട്ട് അമ്മീറ്ററിലെ തതുല്യ കറന്റ് റീഡിംഗ് പട്ടിക 2-ൽ രേഖപ്പെടുത്തുക. പവർ സപ്ലൈ ഓഫ് ചെയ്യുക. അതേ ഗ്രാഫ് ഷീറ്റിൽ X അക്ഷത്തിൽ VR-ഉം Y അക്ഷത്തിൽ IR-ഉം രേഖപ്പെടുത്തി ഗ്രാഫ് ഉണ്ടാക്കുക.
റിവേഴ്സ് വോൾട്ടേജ് ഡയോഡിന്റെ PIVക്ക് തുല്യമാണെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. ഡയോഡിന്റെ PIVക്ക് അപ്പുറം വോൾട്ടേജ് വർദ്ധിപ്പിക്കരുത്. വിവിധതരം ഡയോഡുകൾക്കായി പരീക്ഷണം ആവർത്തിക്കുക. ഡാറ്റ ബുക്ക് പരിശോധിക്കുക. ഡയോഡ് GESI മുതലായവയാണെന്ന് തിരിച്ചറിയുക. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് നിലവിലെ റേറ്റിംഗും പരിശോധിക്കുക. ഡയോഡ് ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്യുക. ഒരു ഡയോഡിന്റെ ടെർമിനലുകൾ തിരിച്ചറിയുകയും ഡയോഡിന്റെ അവസ്ഥ പരിശോധിക്കുകയും ചെയ്യുക. ഫോർവേഡ് സ്വഭാവ സവിശേഷതകൾ പ്ലോട്ട് ചെയ്യുക. ഡയോഡിന്റെ ഫോർവേഡ് പരിശോധനവും തടസ്സ സാധ്യതയും നിർണ്ണയിക്കുക. ഡയോഡിന്റെ വിപരീത സ്വഭാവ സവിശേഷതകൾ പ്ലോട്ട് ചെയ്ത് മൈനോറിറ്റി കാരിയർ കറന്റ് നിർണ്ണയിക്കുക. നിങ്ങൾക്ക് ഈ സാങ്കേതിക പ്രക്രിയയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.